ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ നയനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് തന്നെ രക്ഷിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നയനെ ദേവയാനിയാണെങ്കിൽ താക്കോൽ കൂട്ടങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് 2 ലക്ഷം രൂപ ജലജ എടുക്കുന്നുണ്ട്. പക്ഷേ നവ്യ കറക്റ്റ് സമയത്ത് ഇടപെട്ട് ജലജയുടെ ക്യാഷ് കൊണ്ടുവന്ന് നവ്യ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇതിന് ഒരുപാട് നന്ദി നമ്മുടെ നയനെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നവ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ചേച്ചി എന്നെ രക്ഷിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു കള്ളിയായനെ എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് തെളിവുകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും എന്നെ ഒരു കള്ളിയാക്കിയേനെ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ സഹോദരിയാണ്, നീ തമ്മിൽ പല വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, നമ്മളെ മറ്റൊരാൾ ദ്രോഹിക്കാൻ ഞാൻ എന്തായാലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും തന്നെ, അതായത് ആദ്യം മറ്റൊരു പെൺകുട്ടിയും തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരണം നോക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി എന്നെ ഇങ്ങനെ നോക്കുന്നത്, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല നമ്മൾ വിചാരിക്കണ പോലെ അല്ലല്ലോ ഓരോരുത്തരും, അവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് പോലും അറിയാൻ കഴിയില്ല, ഓരോരുത്തരും മുഖം മൂടി അണിഞ്ഞ മനുഷ്യന്മാരാണ് എന്ന് പറയണത് സത്യമാണ് അല്ലേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ആദിക്ക് പിടികിട്ടണില്ല കേട്ടോ. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയണത്, എന്തോ ഒരു അർത്ഥം വെച്ച് പറയണ പോലെ, എന്താ കാര്യം പറ മുത്തശ്ശി എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല വേറൊന്നുമില്ല, അല്ല നീയും നയനുമോളും തമ്മിൽ ഇപ്പോഴും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമുണ്ടോ എന്നെനിക്കൊരു ചെറിയൊരു സംശയം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല മോനെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ നയനെ അതുവഴി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, കേട്ടോ നയനെ, മുത്തശ്ശിക്ക് ഇപ്പോഴും നമ്മളെ സംശയമാണ്, ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മളിപ്പോഴും കീരിയും പാമ്പും ആണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട്, അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ മുത്തശ്ശി, ആദ്യേട്ടൻ എന്നെ ജീവൻ്റെ ജീവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനെയും ഓരോന്ന് കുത്തി പറയാൻ കേട്ടോ. അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നമ്മുടെ ആദ്യം ഇങ്ങനെ കയറി പോകുകയാണ്. എന്നിട്ട് ആദ്യം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ഇനി നയന എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞു, അതിനുള്ള സാധ്യതയില്ല, അവരുടെ മനസ്സ് വിഷമിക്കുമെന്ന് അവൾക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും പറയാൻ ചാൻസ് ഇല്ല എന്നിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നയന അവിടേക്ക് കയറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആദ്യം ഫോൺ എടുത്തിട്ട് ശ്വേതനെ വിളിക്കണ പോലെയൊക്കെ കാണിക്കാണ്, ഡാർലിംഗ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്, കുറച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നയന ഇങ്ങനെ കയറി വന്നിട്ട് അയ്യോ സംസാരിച്ച് ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആകുമോ, അല്ലേ വേണ്ട, ഞാനേ ഒന്ന് മാറിക്കിടന്നോളാം, അപ്പോൾ ആദ്യം ഒരുപാട് സംസാരിക്കാമല്ലോ, പിന്നെ ശ്വേതനെ ഞാനൊന്ന് അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇത് എന്താ ഇവിടെ സംഭവിക്കണേ, ഇവക്ക് പ്രശ്നമൊന്നും ഇല്ലേ, ഇവളെന്താ ഇങ്ങനെ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അതിന് അയ്യോ അല്ലേ വേണ്ട, ഞാൻ വെളിയിൽ കിടക്കണില്ല, അനാമിക വെളിയിൽ കിടന്നതിന് ഇവിടെ എന്തൊക്കെ പുകിലായിരുന്നു, ഇനി ഞാനും കൂടെ കിടന്നിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഒരു മൂലയ്ക്ക് കിടന്നോളാം, ആദ്യമായിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തേയില്ല, നിങ്ങൾ കൊഞ്ചോ കുഴയോ സംസാരിക്കോ എന്ത് വേണമെങ്കിലാവാം, ഇനി ഞാനൊക്കെ കേൾക്കും എന്നൊരു ഭയം ഉണ്ടെങ്കിലേ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2 കോട്ടൺ എടുത്തിട്ട് ഇങ്ങനെ ചെവിയിൽ തിരികുകയാണ് കേട്ടോ. എന്നിട്ട് പറയണത്, ഇപ്പം എനിക്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ, ഇനി ആദ്യമായിട്ട് സംസാരിച്ചോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ആദ്യേട്ടൻ ശ്വേതനെ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ, ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം, പക്ഷേ അതിനെക്കുറിച്ച് സമയം എടുക്കുമല്ലോ, ആ സമയം വരെ ഞാൻ നിങ്ങളെ ചെറിയ രീതിയിൽ ശല്യപ്പെടുത്തും കേട്ടോ, ഇവിടെ തന്നെ കാണും കേട്ടോ, എന്നാലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും ഞാൻ കേൾക്കാൻ പോകുന്നില്ല, ആ ചെവിയിൽ തിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും കേൾക്കില്ലല്ലോ, പിന്നെ ഞാനൊരു പൊട്ടിയല്ലേ, ഇങ്ങനെ കഥയറിയാതെ ആട്ടമാടുന്നോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് ആദ്യം ഫോൺ വെക്കുകയാണ്. എന്താ സംഭവം ആദിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എന്നാലും നമ്മുടെ മുത്തശ്ശി എന്നിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുമാണ് മറ്റൊരുത്തിയോട് ഇഷ്ടമുണ്ട് എന്നിങ്ങനെ വരുത്തി തീർക്കുന്നത്, അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടി കൊടുത്താലോ, അപ്പോഴെന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതെന്താ മുത്തശ്ശി അങ്ങനെ പറയണേ, അതേന്നേ നിനക്കും ഒരു കാമുകനുണ്ടെന്നും നീ മറ്റൊരാളുടെ ആണെന്നും നീയും വരുത്തി തീർക്കണം, അപ്പം അറിയാം ആദിയുടെ യഥാർത്ഥ മുഖവും മനസ്സും ഒക്കെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അയ്യോ മുത്തശ്ശി അങ്ങനെയുള്ള കളിക്കൊന്നും ഞാനില്ല, എനിക്ക് വയ്യ, ഇനി അത് വലിയൊരു പുകിലായിപ്പോയാൽ ഇനി അത് മതി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദനും കനകയൊക്കെ കാണും കേട്ടോ. അപ്പോൾ കനകം പറഞ്ഞാൽ അത് മോള് പറഞ്ഞത് ശരി, എന്തൊക്കെ ചെയ്താലും അവസാനം മോളുടെ തലയിലേക്ക് ഓരോന്നും വന്ന് വീഴുന്നത്, അതുകൊണ്ട് എനിക്ക് പേടി എൻ്റെ അമ്മേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും
മുത്തശ്ശി പറയുന്നുണ്ട്, നമുക്ക് വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇതേ നാണയത്തിൽ തന്നെ അവന് തിരിച്ചടി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും തിരികെ ചോദിക്കുകയാണ്. ഉടനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്നാലൊരു വഴിയുണ്ട്, അങ്ങനെ ഒരു പയ്യനുണ്ട്, എൻ്റെ പെങ്ങടെ മോൻ. കാര്യം ഇവർ മുറച്ചിറക്കാനും മുറപ്പെണ്ണും ഒക്കെയാണ്, പണ്ട് ഇവളെ കെട്ടിച്ച് തരുമെന്നവനൊന്ന് ചോദിച്ചതുവാ. അപ്പോൾ നമ്മുടെ ബന്ധത്തിൽ തന്നെ ഉള്ളതല്ലേ, വേണ്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞ. പക്ഷേ അവൻ അഭിനയിക്കാനൊക്കെ മിടുക്കനാ. നയനമോളുടെ ഒരു കാര്യവും കൂടെ ആയതുകൊണ്ട് അവൻ എന്തായാലും വരും, എനിക്ക് ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഗോവിന്ദ, നീ മറ്റൊന്നും ആലോചിക്കേണ്ട, അവനെ പെട്ടെന്ന് തന്നെ വിളിക്കുക എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ ഗോവിന്ദൻ വീട്ടിലേക്ക് വരണതൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. പിന്നെ നല്ല രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കും. ഗോവിന്ദനല്ല, മുറച്ചിറക്കൻ. അപ്പോൾ മുറച്ചിറക്കൻ വന്നതിന് ശേഷം നയനയും മുറച്ചിറക്കനും ഇങ്ങനെ കൂടുതൽ അടുത്തിടപഴകുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആദിയുടെ മനസ്സിലെ പ്രണയം പുറത്ത് വരുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ആദിക്ക് അത് ഒട്ടും കംഫർട്ടായിരിക്കത്തില്ല. എന്നിട്ട് നയനേനെയും മുറച്ചിറക്കനെയും തമ്മിൽ തെറ്റിക്കാനും മുറച്ചിറക്കനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനൊക്കെയാണ് ശ്രമിക്കുന്നത്. അങ്ങനെയായിരിക്കും പിന്നീട് കഥ മുൻപോട്ട് പോകുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.